ഞാനിപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. ഞങ്ങളുടെ തിരുമല വാർഡിന്റെ കൗൺസിലറാണ്. വളരെ എല്ലാവർക്കും സൗഹൃദപരമായിട്ട് എല്ലാവരുമായിട്ട് പെരുമാറുകയും എല്ലാവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു കൗൺസിലറായിരുന്നു. എന്ത് പറ്റി എന്നറിയില്ല. മാനസികമായിട്ട് വളരെ വിഷമത്തിലാണ് എല്ലാവരും. ഞങ്ങളെല്ലാവരും വളരെ വിഷമത്തിലാണ്. കൗൺസിലറെ സംബന്ധിച്ചോളം ഇന്നുവരെ ഒരു അലിഗേഷനോ അല്ലെങ്കിൽ വേറൊരു തെറ്റിദ്ധാരണയോ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്ത് തന്നെയായിരുന്നാലും ഇതൊരു വളരെ വേദനകരമായ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം. എന്താണെന്നറിയില്ല. എന്തായാലും ബാക്കി നടപടികൾ കണ്ട് പോലീസിനെ കണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉള്ളതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു വിഷയം ഉള്ളതായിട്ട് ആർക്കും അറിഞ്ഞുകൂടാ. അനുചേട്ടൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കൗൺസിലറായിരുന്നു. ഇവിടുത്തെ കൗൺസിലറാണ്. ഇവിടെ തൃക്കണ്ണാപുരം വാർഡിലായിരുന്ന സമയത്തും അദ്ദേഹത്തിന്റെ സംബന്ധിച്ചോളം വളരെ എല്ലാവർക്കും ജനകീയ ഒരു കൗൺസിലർ തന്നെയാണ്. എന്താണ് വിഷയമെന്ന് അറിയില്ല. ഇനി വേറെ എന്തെങ്കിലും വിഷയങ്ങളാണോ എന്നറിയില്ല. ഇനി എന്തായാലും ആത്മഹത്യക്കുറിപ്പുണ്ടെന്ന് പറയുന്നു. അത് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. എന്തായാലും ബാക്കിയുള്ള പോലീസുകാരും മറ്റുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സാമ്പത്തിക ബാധ്യത പുള്ളിക്ക് ഉണ്ടായിട്ട് അറിയാൻ പറ്റില്ല. എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്താണ് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നില്ല. പുള്ളി ഇവിടുത്തെ അമ്പലത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു, ഒരു ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു, ഒക്കെയാണ്. പക്ഷെ എന്താണ് വിഷയങ്ങളെന്ന് അറിയാൻ പറ്റില്ല. ശാരീരിക മട്ടത്തിൽ ബാങ്കിന് നമ്മൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ബാങ്കൊന്നുമല്ല. ഞാനും ആ ബാങ്കിന്റെ മുമ്പ് ഒരു ഏജന്റ് ആയിരുന്നു, കളക്ഷൻ ഏജന്റ്. അങ്ങനെ ബാങ്കിന് ഒരു ബുദ്ധിമുട്ട്, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ബാങ്കിനില്ല. കാര്യം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള അങ്ങനെ ബാങ്ക് അല്ല അത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 10 വർഷം അവിടെ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ബാങ്കിന് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് എന്തെന്ന് അറിയില്ല. എന്തായാലും കണ്ടെത്താൻ നോക്കാം. മാക്സിമം എല്ലാവരും നിൽക്കല്ലേ, ബാക്കിയുള്ളവർ നോക്കട്ടെ. അതായത് ഇപ്പോൾ പ്രതികരിക്കുന്നത് പോലെ എല്ലാവരും വലിയ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത കേൾക്കുന്നത്. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് തങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വലിയ വേദനയോടുകൂടി തന്നെയാണ് ആളുകൾ കേൾക്കുന്നത്. എന്തായാലും ഈ നിലവിൽ ഈ കൗൺസിൽ ഓഫീസിന്റെ തൊട്ട് മുന്നിൽ BJP പ്രവർത്തകർ ഉൾപ്പെടെ നാട്ടുകാരുൾപ്പെടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. പെട്ടെന്നാണ് ഇത്തരത്തിൽ കൗൺസിലറുടെ ഒരു മരണം. തിരുവനന്തപുരത്തെ ഒരു കൗൺസിലർ എന്നതിനൊപ്പം തന്നെ വർഷങ്ങളായി അദ്ദേഹം BJPയുടെ ഒരു സജീവ പ്രവർത്തകനും സംഘപരിവാറിന്റെ ഒരു അനുയായി എന്ന വിധത്തിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണല്ലോ ഇപ്പോൾ പറയുന്നത്. BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, തിരുവനന്തപുരം ജില്ലയിലെ നേതാക്കൾ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ടാകില്ലേ? ബിനിൽ, അതെ, അത്തരത്തിൽ സജീവ പ്രവർത്തകനാണ്. ആളുകളിലൊക്കെ സുപരിചിതനായിട്ട് ആളുകളുടെ ആവശ്യങ്ങളൊക്കെ കൃത്യമായി കേൾക്കുന്നതും അവരുടെ വേണ്ടപ്പെട്ട ഒരാൾ കൂടി ആണ്. അവരിൽ ഒരാളായിട്ട് തന്നെ അവർ കാണുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ആളുകൾക്കും അവർ തന്നെ കാത്തിരിക്കുകയാണ്. തങ്ങളുടെ കൗൺസിലറിന് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെ